അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു 2 പുസ്തകങ്ങൾ വായിച്ച് തീർന്നു. ഒന്ന് ഖദീജ, ഒന്ന് ഫ്രാൻസിസ് എട്ടിക്കോര. കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ച് പലതും പകുതി വഴിയിലിട്ട് പിന്നെ മുഴുമിപ്പിക്കണം, അതായത് ബാക്കി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ഇങ്ങനെ വഴിയിലിട്ട് വെച്ച കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഈ 2 പുസ്തകങ്ങൾ വായിച്ച് കംപ്ലീറ്റ് ആയി, ഖദീജയും ഫ്രാൻസിസ് എട്ടിക്കോരയും. ആദ്യം ഖദീജയെക്കുറിച്ച് പറയാം. നസീഫ് കലയത്ത് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ പുസ്തകമാണ്. ഒരു നല്ല കഥയാണ്, നോവൽ. സംഗതി രസമുണ്ട്. എന്താ പറയുക, എന്നെ പല സമയത്തും ഇമോഷണലാക്കി കളഞ്ഞു. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2 ഭാഗം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഫ്രാൻസിസ് എട്ടിക്കോരയെ കുറിച്ച് കൂടി ചെറുതായിട്ടൊന്ന് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാനാണ് കരുതുന്നത്. അതായത് ഇതിൽ 57-ാമത്തെ പേജ്, 57-ാമത്തെ പേജിൽ ഒരു സംഗതി പറയുന്നുണ്ട്. ഖദീജയിൽ പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ അവൾ തീരുമാനിച്ചു. മറ്റുള്ള സ്ത്രീകളെ പോലെ വീട്ടിലേക്ക് പോകാൻ ഖദീജയ്ക്ക് പ്രത്യേക അനുവാദമൊന്നും ചോദിക്കേണ്ടതില്ലായിരുന്നു. അബൂക്കയോട് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി. കല്യാണം കഴിഞ്ഞ ആദ്യ നാളിലൊക്കെ അബൂക്കയോട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ ഒരു ദിവസം അബൂക്ക അവളെ വിളിച്ചിരുത്തി പറഞ്ഞു, എൻ്റെ പൊന്നു ഖദീജ, നീ ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോകട്ടെ എന്ന് ചോദിക്കല്ലേ, അത് എൻ്റെ വീടും കൂടിയല്ലേ. ഇനിയിപ്പോൾ ഉമ്മാനെയോ ഉപ്പാനെയോ കാണാൻ പൂതി ഉണ്ടെങ്കിൽ നീ പോയിക്കോ. നമ്മൾ കല്യാണം കഴിച്ചെന്ന് കരുതി നിൻ്റെ വീടോ ഉമ്മയോ ഉപ്പയോ സഹോദരിമാരോ ഒന്നും നിനക്ക് അന്യമാകുന്നില്ല. അവരെനിക്കും കൂടി സ്വന്തമാകുന്നു എന്നുള്ളൂ. അതുകൊണ്ട് നിനക്കിഷ്ടമുള്ളപ്പോഴൊക്കെ പോകാം, പ്രത്യേകിച്ച് അനുവാദത്തിനൊന്നും നിൽക്കണ്ട എന്നായിരുന്നു അബൂക്കയുടെ വശം. ഇത് വായിച്ചപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നിയത്. കാരണം ഒരുപാട് വീടുകളിൽ ഉള്ളൊരവസ്ഥയാണ് ഇതിൽ ആ പേജിൽ മൊത്തത്തിലായിട്ട് പറഞ്ഞു വെക്കുന്നത്. അതായത് ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ഭാര്യയ്ക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഭർത്താവിനോട് പറയുക എന്നുള്ളതല്ല, ഞാൻ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങാടി പോയി വരാട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒന്നെൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന രീതിയിലല്ല. ഞാൻ വീട്ടിലേക്ക് പോവട്ടെ എന്ന് ചോദിക്കണം, ഞാൻ പുറത്തേക്ക് പോകട്ടെ എന്ന് ചോദിക്കണം. ഒരുപാട് വീടുകളിൽ ഇപ്പോഴുള്ള അവസ്ഥയാണ്, ഇപ്പോഴും ഉള്ള അവസ്ഥ, ഒരുപാട് കാലങ്ങളായി നിലനിന്നുകൊണ്ടേയിരുന്ന അവസ്ഥ. അത് ചോദിച്ചിട്ടില്ലെങ്കിൽ അവൾ ഭർത്താവിനെ മാനിക്കാത്തവളാണ്. പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നല്ല, ചോദിച്ചിട്ടില്ലെങ്കിൽ. അത് ചോദിക്കുക മാത്രമല്ല, ചോദിച്ചാൽ അയാൾ പെർമിഷൻ കൊടുക്കണം. അനുവാദമില്ലെങ്കിൽ പോകാൻ പറ്റില്ല. അനുവാദത്തോടു കൂടി അല്ലാതെ പോയി കഴിഞ്ഞാലോ അതവിടെ വേറെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഇനിയിപ്പോൾ എനിക്ക് ഏറ്റവും പരിചയമുള്ള മതം ഇസ്ലാമാണല്ലോ. ആ ഇസ്ലാമിൽ തന്നെ അനുവാദമില്ലാതെ, ഭർത്താവിന് അനുവാദമില്ലാതെ പുറത്തു പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ, ഭർത്തൃമതിയായ സ്ത്രീ ആണെങ്കിൽ, വിവാഹിതയായ സ്ത്രീ ആണെങ്കിൽ, അവൾക്ക് ഭർത്താവിൻ്റെ അനുവാദം വേണം. ഭർത്താവിനോട് പറയുക, ഭർത്താവ് അറിയാന്നുള്ളതല്ല, അനുവാദം തന്നെ വേണം. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ മതങ്ങളിലും, ഇസ്ലാമാകട്ടെ മറ്റു മതങ്ങളാകട്ടെ, അവിടെയൊക്കെ ഇണയും തുണയുമാണ്. ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിൻ്റെ ഭാര്യ ഭർത്തൃ കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇണയും തുണയുമാണ് ഭാര്യ ഭർത്താക്കന്മാർ, അല്ലാതെ എന്തല്ല ഒരു ഉടമയും അടിമയും അല്ല എന്നൊക്കെ പറയും. എങ്കിലും ഇത് സംഗതി ഏകദേശം ഒരു ഉടമ അടിമ പോലെ തന്നെ. അതിന് ഏത് മതത്തിൻ്റെ കൺസെപ്റ്റിൽ വന്നാലും, അതിന് മനുസ്മൃതിൻ്റെ കൺസെപ്റ്റിലേക്ക് അങ്ങോട്ട് പോയാലും ശരി, ഖുർആൻ്റെ കൺസെപ്റ്റിലേക്ക് ഇങ്ങോട്ട് വന്നാലും ശരി, എവിടെയാണെങ്കിലും അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നുള്ളൂ. ചെറിയ ചെറിയ മാറ്റങ്ങൾ. എങ്ങനെയായാലും സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന രീതിയിൽ തന്നെ പോവുക. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ച്, സൊസൈറ്റിയിലെ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് വീടില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ലത്. അതായത് വീടില്ല, സ്ത്രീകൾക്ക് വീടില്ല എന്ന് പറയുന്നത്, അവർ വളർന്നു വരുന്ന വീട്ടിൽ ആ വീട്ടുകാർ കരുതുന്നത്, ആ കുട്ടിയുടെ സ്വന്തം മാതാപിതാക്കൾ കരുതിക്കൊണ്ടിരുന്നത് അവിടെ മറ്റൊരു വീട്ടിലേക്ക് കയറി പോകാനുള്ള പെണ്ണാണ്. ഇപ്പോഴും ഉണ്ട് ഒരുപാട് വീടുകൾ അങ്ങനെ. അതുകൊണ്ടാണ് ഈ പറയുന്ന ദുരഭിമാന കൊലകൾ ഉണ്ടാകുന്നത്, സ്ത്രീധന പീഡനങ്ങളും അതുമൂലമുള്ള ആത്മഹത്യകൾ ഉണ്ടാകുന്നത്, സ്ത്രീധനം എന്നുള്ള സിസ്റ്റം തന്നെ നിലനിന്ന് പോണത് ഒക്കെ അതുകൊണ്ടാണ്. അതായത് സ്വന്തം വീട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടി, അത് സ്വന്തം വീട്ടിൻ്റെ പെൺകുട്ടിയല്ല, സ്വന്തം വീട്ടുകാരുടെ പെൺകുട്ടിയല്ല, പിന്നെ മറ്റൊരു വീട്ടിലേക്ക് കൊടുത്തയക്കാനുള്ള പെൺകുട്ടിയാണ്.
കെട്ടിച്ചു വിടാനുള്ള പെൺകുട്ടി. എന്നാൽ ആ വിവാഹശേഷം കയറി ചെല്ലുന്ന വീട്ടിലുള്ള അവസ്ഥ എന്താ? അവൾ മറ്റൊരു വീട്ടിൽ നിന്ന് കയറി വന്നവളാണ്. അങ്ങനെ ഒരു സ്ത്രീക്ക് വീടില്ലാത്തൊരു സിസ്റ്റം, ഒരു വ്യവസ്ഥ. ഇത്തരമൊരു വ്യവസ്ഥയെ മനസ്സിലാക്കിയ പെൺകുട്ടികൾ വിവാഹത്തെ പേടിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റും? വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞാലേ കുറ്റം പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ സംഗതി പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം, ഏത് ഭാര്യയുടെ ഓണർഷിപ്പിലേക്ക് ഭർത്താവിൻ്റെ ഓണർഷിപ്പിലേക്ക് ഭാര്യ പോകുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എല്ലാ നിലക്കും ഭർത്താവിന് നിയന്ത്രണമുള്ള രീതിയിൽ ഉള്ള ഭാര്യ എന്നൊക്കെ ഒരു സിസ്റ്റം ആണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ളത്. അത് ശരിക്കും എതിർക്കപ്പെടേണ്ട ഒന്നല്ലേ, ശരിക്കും അത് തള്ളിപ്പറയപ്പെടേണ്ട ഒന്നല്ലേ. ഇവർക്ക് തുല്യമായ സ്ഥാനമല്ലേ വേണ്ടത്. ഇപ്പോൾ മൂല്യന്മാരൊക്കെ വയല് പറയുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ തെറ്റിദ്ധരിക്കും തുല്യമായ സ്ഥാനം എന്നൊക്കെ കരുതും. ഇണയും തുണയുമാണ് ഇസ്ലാമിലെ ഭാര്യ ഭർത്താക്കന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോൾ മനസ്സിലാവും അതങ്ങനെയല്ല. എന്തിനേറെ പറയുന്നു, സൂറത്തുൻ നിസായിൽ അരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറയുന്ന ആയത്ത് ഇങ്ങനെ എടുത്ത് നോക്കി, അതിൻ്റെ അവസാനത്തിൽ പറയണത് എന്താണ്? നിങ്ങൾ അവരിൽ അനുസരണക്കേട് ആശങ്കിക്കുന്ന പക്ഷം നിങ്ങൾ അവരെ ഉപദേശിക്കുകയും അവരിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യണം, അകന്ന് കിടക്കുകയും അവരുടെ കിടപ്പറകളിൽ നിന്ന് അകലുകയും പിന്നെ നിങ്ങൾ അവരെ അടിക്കുകയും ചെയ്യണം. ഭർത്താവിന് അടിക്കാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് ഹൈത്തമി ലെവലിൽ ചോദിക്കുന്നവരാണ് മിക്ക വിശ്വാസികളും. ഭാര്യനെ പഠിച്ചാൽ എന്താ കുഴപ്പം? അതും അടിക്കുകയാണെങ്കിൽ തൂവാല കൊണ്ട് അടിക്കണം, പുല്ലുകൊണ്ട് അടിക്കണം, ചോര പൊട്ടാത്ത രീതിയിൽ അടിക്കണം, പരിക്കേൽക്കാത്ത രീതിയിൽ അടിക്കണം, അടിമയെ തല്ലുന്ന പോലെ തല്ലരുത് എന്നൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് വർത്തമാനം. പക്ഷെ ഇപ്പോൾ കാണാതെ പോണ പോയിന്റ് അടിക്കണം എന്ന് പറയുന്ന പോയിന്റാണ്. ഈ അടിക്ക് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഭർത്താവ് ഭാര്യക്ക് നൽകേണ്ടത് നൽകിയില്ല എങ്കിൽ, ഭാര്യ അർഹിക്കുന്ന, ഇസ്ലാമികമായി തന്നെ ഭാര്യ അർഹിക്കുന്ന കാര്യങ്ങൾ നൽകിയില്ല എങ്കിൽ ഭർത്താവിനെ ഇതേ എല്ല് പൊട്ടാത്ത, ചോര പൊട്ടാത്ത, തൊലി ചുളുങ്ങാത്ത അടി ഭാര്യക്ക് തിരിച്ചടിക്കാനുള്ള അവകാശം ഉണ്ടോ? ഇല്ല. അവിടെ തന്നെ ആണ്. സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ് പുരുഷന്മാർ. ഇതേ സാധനം എല്ലായിടത്തും എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഖദീജ വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നാനുള്ള കാരണം അവിടെ ആ ഒരു നിയന്ത്രണാധികാരം അല്ല ഈ പറയുന്ന ഖദീജാൻ്റെ ഭർത്താവിനുള്ളത്. ഖദീജാൻ്റെ ഭർത്താവ് ഒരു പരസ്പര ധാരണയോടുകൂടിയുള്ള, പരസ്പരം മനസ്സിലാക്കിയുള്ള ഒരു മുന്നോട്ട് പോകുന്ന ഒരു ബന്ധത്തിൻ്റെ ഒരു ശുഭ സൂചനയാണ്. അത്തരമൊരു നല്ല ബന്ധത്തെക്കുറിച്ചുള്ള കഥ കൂടിയാണ്. അപ്പോൾ വന്ന ചിന്തകൾ, ഖദീജ വായിച്ചപ്പോൾ വന്ന ചിന്തകൾ ഞാനിങ്ങനെ പറഞ്ഞതാണ്. ഏറ്റവും നല്ലൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പൊക്കെ വരുമ്പോൾ അവിടെ പരസ്പര ധാരണയോട് കൂടിയിട്ട് രണ്ടുപേർക്ക് ഈക്വൽ സ്പേസ് ഉള്ള, രണ്ടുപേരുടെയും പേഴ്സണൽ സ്പേസ് മാനിക്കുന്ന ഒരു ബന്ധമാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ മറ്റേ ആൾക്കത് ശ്വാസം മുട്ടലായിരിക്കും. അത് മനസ്സിലാവണമെങ്കിൽ ഇവിടുത്തെ ആളുകൾ അത് രണ്ടു കൂട്ടർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ പുരുഷാധിപത്യത്തിൻ്റെ രുചി മാത്രം അറിഞ്ഞവർ, ആണായി ജനിച്ച പുരുഷാധിപത്യത്തിൻ്റെ രുചി മാത്രം അറിഞ്ഞവർ അതൊരിക്കലും അത് അവർക്കൊരിക്കലും മനസ്സിലാവില്ല. അതേപോലെ തന്നെ പുരുഷാധിപത്യ വ്യവസ്ഥയിൽ ജനിച്ച് ജീവിച്ച് ആ ഒരു അവസ്ഥയിൽ അതിൻ്റെ ട്രോമാ ബോണ്ടിങ് ഉണ്ടായി വന്ന ലേഡീസിനും അത് മനസ്സിലാവില്ല. അവരൊക്കെ അതിനകത്ത് കുഴപ്പം, എൻ്റെ ഇക്കന്നെ 4 തച്ചാലെന്താ 4 പൊറാട്ട എനിക്ക് വൈകുന്നേരം കിട്ടൂലേ എന്ന് പറയുന്ന വർത്താനായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഹോട്ടലിൽ കൊണ്ടുപോയാൽ ഞാൻ സന്തുഷ്ടയാകും, എന്നെ എൻ്റെ ചേട്ടൻ അടിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല എന്നൊക്കെ പറഞ്ഞ കലിപ്പൻ്റെ കാന്താരികൾ ഒക്കെ ആയിരിക്കും. അവർക്കൊന്നും ഇത് മനസ്സിലാവില്ല. അപ്പം അത്തരം ആളുകളല്ലാത്ത ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത്തരം ആളുകൾക്ക്, അതായത് ഈ പറയുന്ന ട്രോമ ബോണ്ടിങ് ഇല്ലാത്ത പുരുഷാധിപത്യ വ്യവസ്ഥയെ, ആ രീതിയിലുള്ള ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിനെ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അത് അത്ര ശരിയായ കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അവരെ സംബന്ധിച്ച് ഇത്തരം ഒരാൾ ഓൺ ചെയ്യുന്ന രീതിയിലുള്ള, ഒരാൾക്ക് നിയന്ത്രണാധികാരമുള്ളതും മറ്റേ ആൾ വിധേയത്വമുള്ളവരായിരിക്കണം എന്ന രീതിയിലുമുള്ളൊരു വ്യവസ്ഥ, ഒരു നിയമം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സിസ്റ്റം പലപ്പോഴും ശ്വാസം മുട്ടലായിരിക്കും.
അപ്പോൾ അതൊക്കെ മാക്സിമം ഇല്ലാതെ ആവുന്നുണ്ട്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും നല്ലത് അതില്ലാതെ ആവട്ടെ എന്നാണ് എനിക്ക് ഇതിങ്ങനെ വായിച്ചപ്പോൾ വന്ന ചിന്ത എന്നുള്ളത്. ഏതായാലും ഇനി ഇട്ടിക്കോരയെ കുറിച്ച് പറയാം. ഫ്രാൻസിസ് ഇട്ടിക്കോര ഞാൻ ഒരുപാട് കാലമായിട്ട് വായിക്കണം എന്ന് കരുതിയിരുന്നായിരുന്നു. കാരണം സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നൊരു പുസ്തകമാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര. അങ്ങനെ ഇത് വായിച്ച സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താ പറയുക, ഇതിൻ്റെ പുറംചട്ടയിൽ എഴുതിയ പോലെ തന്നെ മനുഷ്യൻ്റെ ഇറച്ചി തിന്നുന്നതിനെ ഇത്ര ഭയങ്കര സംഭവമാക്കി എഴുതിയ വേറെ പുസ്തകം. അത് ഇവരെന്ത് ധർമ്മപുരാണം എന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആശാമേനോൻ എഴുതിയതാണ്. എന്നാൽ ഞാൻ ഇങ്ങനൊരു പുസ്തകം കാണുന്നത് ആദ്യമായിട്ടാണ്, ഈ രീതിയിൽ മനുഷ്യൻ്റെ ഇറച്ചി തിന്നുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇത് വായിച്ച് കഴിയുന്നതോട് കൂടിയിട്ട് എപ്സ്റ്റൈൻ ഫയൽസ് വന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും കഥയല്ല, ഇതൊക്കെ എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാനൊരു നടുക്കത്തോടു കൂടി മനസ്സിലാക്കി. അതും ഫ്രാൻസിസ് ഇട്ടിക്കോര വായിച്ചതിന് ശേഷം കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെയാണ്. ഇത് ഏകദേശം ഒരു പ്രവചന സ്വഭാവം ഉള്ളതാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് പ്രവചന സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വേദവാക്യാണെങ്കിലും മറ്റ് ഏത് പ്രവചനമാണെങ്കിലും ഒക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനെ ഒരു കൃത്യമായ പ്രവചനം എന്ന് പറയുകയാണെങ്കിൽ അത് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എന്താ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഗതി വീണ്ടും നടക്കും എന്ന് പറയുന്നതിനെയോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഊഹാപോഹം ഉണ്ടാക്കിയിട്ടാണ് പറയുന്നതിനെയോ ഒന്നും ഒരു ശക്തമായ കൃത്യമായ പ്രവചനം നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതായത് ഫ്രാൻസിസ് ഇട്ടിക്കോരയെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിലവിൽ മതങ്ങളുടെ വക്താക്കൾ പ്രവചനം എന്ന് വിളിച്ച് പല കാര്യങ്ങളും നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കാറില്ല. അപ്പോൾ അതേപോലെ വേണമെങ്കിൽ നമുക്ക് പറയാൻ ഈ ടി രാമകൃഷ്ണൻ്റെ ഒരു പ്രവചന സ്വഭാവമുള്ള കൃതിയായി തോന്നി എപ്സ്റ്റൈൻ ഫയൽസ് വന്നപ്പോൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇത് വായിക്കാനുള്ളൊരു മുതലുണ്ട്. എന്തായാലും ഒരു തവണയെങ്കിലും വായിക്കാനുള്ള മുതലുണ്ട്. സംഗതി വെറുതെ എല്ലാ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒരു സമാന്തര സാങ്കല്പിക ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട്, ചരിത്രത്തിനോട് കൂടെ ഒരു സമാന്തര സാങ്കല്പിക ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെ പോയിട്ടുണ്ട്. വേറൊരു യൂണിവേഴ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു ഇട്ടിക്കോര യൂണിവേഴ്സ്. ആ ഒരു ഇട്ടിക്കോര യൂണിവേഴ്സ് അല്ലെങ്കിൽ കോര യൂണിവേഴ്സ്, ഈ കോര യൂണിവേഴ്സിൽ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. പലപ്പോഴും നമുക്ക് ചരിത്രപരമായി നമുക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും കൂടി വെരിഫൈ ചെയ്യാനൊക്കെ തോന്നിപ്പോകും. ആ ഒരു രീതിയിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എഴുത്തുകാരൻ ചില്ലറക്കാരനല്ല. ഇതിൻ്റെ രണ്ടാം ഭാഗം വന്നിട്ടുണ്ടെന്ന് കേട്ടു, അത് ഇതുവരെ വായിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഏതായാലും 2 പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ ഒരു സന്തോഷം, അതുപോലെ തന്നെ ഈ അടുത്ത് വായിച്ചു തീർത്തതിൻ്റെ സന്തോഷവും അതിൻ്റെ കൂടെ വന്ന ചില ചിന്തകളും ഒക്കെയാണ് ജസ്റ്റ് പങ്കുവെച്ചതാണ്. ഇനി തുടർന്ന് മറ്റ് വീഡിയോയിൽ കാണാം.